പ്രതിച്ഛായ നല്ല ചായ ആയിരുന്നോ അതോ നല്ല വട്ടച്ചായ ആയിരുന്നോ? ഞാൻ ഇവരെല്ലാവരുടെ പേര് പറയാൻ കാരണം പറയുമ്പോ ഇവരെല്ലാവരും സൂപ്പറായിരുന്നു. ഒരു ആക്ടറിന്റെ ഒരു ഗ്രോത്ത് എന്താ അല്ലേ, നല്ലൊരു കട്ട വലുതാണ്. അപ്പൊ കൊടുത്തൊരു മ്യൂസിക് ഉണ്ട്, അത് സോങ് ഉണ്ട്, അത് അടിപൊളിയായിരുന്നു. എനിക്ക് അത്ര ആവശ്യമുണ്ടോ അത്ര എനിക്ക് തോന്നിപ്പോയി. ആക്ച്വലി ഇതൊരു രണ്ടിന്റെ ഇടയ്ക്ക് വിട്ട ഒരു സിനിമയായി പോയി. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അപ്പൊ റാപ്പ് ഡയറീസിന്റെ പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ സിനിമ പ്രതിച്ഛായ. പ്രതിച്ഛായ നല്ല ചായ ആയിരുന്നോ അതോ നല്ല വട്ടച്ചായ ആയിരുന്നോ? പ്രതിച്ഛായ ആക്ച്വലി ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ഒരു പടമാണ്. കാരണം കുറെ സ്ഥലങ്ങളിൽ ആകുന്നുണ്ട്, പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ നല്ല എന്താ പറയാ, കുറച്ച് നല്ല സീൻസ് ആണ്. അത് എസ്പെഷ്യലി ഒരു ഇന്റർവ്യൂ സീൻസ് ഒക്കെ ഉണ്ട്. അത് ഫസ്റ്റിലും ഫസ്റ്റ് ഹാഫിലും ഉണ്ട്, സെക്കൻഡ് ഹാഫിലും ഉണ്ട്. ആ രണ്ട് സീൻസ് ആണ് സത്യം പറഞ്ഞാൽ ആ സിനിമയുടെ ഒരു കുറച്ച് പിടിച്ച് നമ്മൾ ഇരുത്തിയത്. എസ്പെഷ്യലി സിനിമ തീരുന്ന സമയത്ത് ഒരു കുറച്ചൊരു ഇമ്പാക്ട് സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് സിനിമ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷെ അതിനൊക്കെ മുന്നേ എനിക്ക് ഭയങ്കരമായിട്ട് ലാഗ് ഫീൽ ചെയ്തായിരുന്നു സിനിമ അത്യാവശ്യം ഉണ്ട്, ലെങ്തും ഉണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആക്ച്വലി ഇതൊരു രണ്ടിന്റെ ഇടയ്ക്ക് വിട്ട ഒരു സിനിമയായി പോയി. നല്ലതാണെന്നും പറയാനും പറ്റുന്നില്ല, മോശമാണെന്നും പറയാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് സത്യം പറഞ്ഞ ഈ സിനിമ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് വന്നത്. പി ഉണ്ണികൃഷ്ണനാണ് ഇതിന്റെ ഡയറക്ടർ, പിന്നെ ഗോകുലം ഗോപാലനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ, മ്യൂസിക് ജസ്റ്റിൻ വർഗീസ്. ആക്ച്വലി ഈ സിനിമയില് BGM ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ എനിക്ക് അനാവശ്യമായിട്ട് തോന്നി. അതായത് ആ ചെറിയ ഇത്ര ആവശ്യമുണ്ടോ അത്ര എനിക്ക് തോന്നിപ്പോയി. ഇത്ര ആവശ്യമില്ലായിരുന്നു കുറെ സ്ഥലങ്ങളില്. പക്ഷെ ആ മ്യൂസിക് ഉള്ളതുകൊണ്ടൊക്കെ നമ്മൾ ഉറങ്ങാണ്ടിരിക്കുന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായിരുന്നു അവസ്ഥ. പക്ഷെ നിവിൻ പോളിക്ക് കൊടുത്തേക്കുന്ന അവനൊരു പ്രശ്നങ്ങളോട്ട് വരും. ആ പ്രശ്നത്തോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി കാണും. അവനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആ ഒരു CM ആയിട്ട് വരുന്ന സമയത്ത് എന്താ പറയാ, അപ്പൊ കൊടുത്തൊരു മ്യൂസിക് ഉണ്ട്, അത് സോങ് ഉണ്ട്, അത് അടിപൊളിയായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ. പിന്നെ ഇവൻ ഷറഫുദ്ദീന്റെ മ്യൂസിക് ആയാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മ്യൂസിക് ആയിരുന്നു. പോകെ അത് കുറച്ച് ഇതാവും, പക്ഷെ എന്നിരുന്നാൽ പോലും അതും കുഴപ്പമില്ലായിരുന്നു. സിനിമ മൊത്തത്തിലൊരു BGM കുത്തി നിറച്ചേക്കാണ് അങ്ങ് എല്ലായിടത്തും. ആക്ടേഴ്സ് നിവിൻ പോളി, ഷറഫുദ്ദീൻ, ബാലേന്ദ്രൻ മേനോൻ, ആൻ അഗസ്റ്റിൻ, ഹരിശ്രീ അശോകൻ, വിഷ്ണു അഗസ്ത്യ, നിഷാൻ സാഗർ, സായ്കുമാർ, നീതു കൃഷ്ണ, സബിത ആനന്ദ്. അതുപോലെ തന്നെ നിവിൻ പോളിയുടെ മറ്റേ വൈഫായിട്ട് ആക്ട് ചെയ്ത, ആക്ച്വലി അവർക്ക് ഒരുപാട് ചെയ്യാനൊന്നുമില്ല, പക്ഷെ എന്താ എനിക്ക് അവരുടെ ഒരു ആക്ടിങ്ങിനകത്ത് ഒരു മെച്യൂരിറ്റി തോന്നി. നല്ലൊരു മെച്യൂർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് അവര്. പിന്നെ ബാലേന്ദ്ര മേനോൻ, ആഫ്റ്റർ എ ലോങ് ടൈം മാൻ, ബാലേന്ദ്ര മേനോൻ അദ്ദേഹം സൂപ്പറായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അദ്ദേഹം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിഷാൻ സാഗർ ആയാലും അവസാനത്തെ ഒരു നിസ്സഹായാവസ്ഥയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. പുള്ളിയുടെ ഒരു ആക്ടിങ്, പുള്ളി ഇപ്പൊ അത്യാവശ്യം എല്ലാ സിനിമയിലും ഉണ്ടല്ലോ, നിഷാൻ സാഗർ, അതും കൊള്ളാം. പിന്നെ നിവിൻ പോളി ആക്ച്വലി കുറച്ചും കൂടെ ഡയലോഗ് ഡെലിവറിയിൽ എനിക്ക് ഇത് എന്റെ ഒരു അഭിപ്രായമാണ്, കുറച്ചും കൂടെ ഡയലോഗ് ഡെലിവറിയിൽ കുറച്ചും കൂടെ എന്താ പറയാ, ഒരു CM ഒക്കെ ആകുമ്പോൾ അതിന്റെ ഒരു പവർ ഉണ്ട്, അത് കുറച്ചും കൂടെ എനിക്ക് എവിടെയോ കുറഞ്ഞു പോയ പോലെ എനിക്കൊരു ഫീൽ തോന്നി. കുറച്ചും കൂടെ ആകാരുതെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ബട്ട് അത് അതർവൈസ് ഓക്കെ, പുള്ളിക്ക് പറ്റിയ ഒരു ക്യാരക്ടർ ഒക്കെ തന്നെ ആയിരുന്നു. പക്ഷെ കുറച്ചും കൂടെ ഒരു പവർ, പുള്ളി നിൽക്കുമ്പോൾ ഒരു പവർ അങ്ങോട്ട് കിട്ടുന്നില്ല. പിന്നെ ഇതിന്റെ ക്യാമറാമാൻ ചന്ദ്രു സെൽവരാജ്, ക്യാമറ വർക്ക് അത്യാവശ്യം നന്നായിരുന്നു. പക്ഷെ മീൻസ് കാരണം വിഷ്വലി കൊള്ളാം സിനിമ, എന്നാൽ എന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ട്. കാരണം ലൈറ്റിങ് ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ലൈറ്റ് വന്നിട്ട് ആളെ കാണാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഒരു 1-2 സ്കില്ലൊക്കെ. പിന്നെ എഡിറ്റർ മനോജ് ചേട്ടൻ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലെത്തി വിചാരിച്ചിരുന്നെങ്കിൽ സിനിമ ഒന്നും കൂടെ ഒരു ക്രിസ്പി ആയനെ. കുറെ ഉണ്ട് സിനിമ, ഒത്തിരി നേരത്തേക്ക് എന്തൊക്കെയോ അത്രയും നമ്മളെ മനസ്സിലാക്കി തരേണ്ട ആവശ്യം എനിക്ക് തോന്നി. ഇന്നത്തെ കാലത്ത് ഇത്രയും സ്പൂൺ ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ഡ്രാമ കുറച്ച് കൂളാണ്. പിന്നെ അവർ ഉദ്ദേശിച്ച ജോണറും ഡ്രാമ ത്രില്ലറൊക്കെ തന്നെയാണ്. എന്നിരുന്നാൽ പോലും കുറച്ചുകൂടെ നന്നാക്കായിരുന്നു. നിവിൻ പോളി എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് കുറെയൊക്കെ ഞാൻ കണ്ടിരുന്നു. പിന്നെ നിവിൻ പോളിയും ബാലചന്ദ്ര മേനോനും തമ്മിലുള്ള സീൻസ് ഒക്കെ, ആ ഒരു കോമ്പിനേഷൻ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു അച്ഛൻ മകൻ ആ ഒരു ഫീല് കിട്ടി, ആ ഒരു തോളാം. പിന്നെ ആൻ അഗസ്റ്റിനും ഹരിശ്രീ അശോകനൊക്കെ അവരുടെ ക്യാരക്ടേഴ്സ് നല്ല സെറ്റപ്പായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. എനിക്ക് അത്ര പറയാനുള്ളൂ. അല്ല തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാൻ അങ്ങനത്തെ ഒരു പടമൊന്നുമില്ല, ജസ്റ്റ് ഒരു വട്ടം കാണാം.
ചിലപ്പോൾ ചിലർക്ക് ഉറക്കം വരും, ചിലർക്ക് ഉറക്കം വരത്തില്ല. പിന്നെ ഒരു കാര്യം പറയേണ്ടത് വെച്ചാൽ ഇതൊരു രാഷ്ട്രീയ സിനിമയാണല്ലോ, എന്നാൽ വിത്ത് ആ ഒരു ഫാമിലി എലമെന്റ്സ് ചേർത്തിട്ടുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിനെ സ്പെസിഫിക് ആയിട്ട് കുറ്റം പറഞ്ഞാൽ അങ്ങ് സപ്പോർട്ട് ചെയ്യുക അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയെ ഇഷ്ടപ്പെടുന്ന അനുകരിക്കുന്നവർക്കും ഒരുപോലെ കാണാൻ പറ്റിയ സിനിമയാണ്. അപ്പം അതാണ് പ്രതിച്ഛായ. പ്രതിച്ഛായ ഒരു ആവറേജ്, ബിലോ ആവറേജ് ഛായയാണ്. അങ്ങനെ നമുക്ക് പറഞ്ഞു നിർത്താം. കാണാത്തവരാണെങ്കിൽ നിങ്ങൾ തിരിച്ചു പോയി കാണുക. കാരണം എന്റെ ഇഷ്ടം വേറെ, നിങ്ങളുടെ ഇഷ്ടം വേറെ, എന്നിഷ്ടം നിന്നിഷ്ടം എന്നൊക്കെ പറയുന്നതല്ലേ, എന്നിഷ്ടം വേറെ നിന്നിഷ്ടം വേറെ. അപ്പൊ പോയിട്ട് സിനിമ തിയേറ്ററിൽ തന്നെ കാണാം. അപ്പം എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സിനാക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.